ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇറങ്ങുമോളെ. മോക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇല്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. മോൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഓർമ്മ വരുന്നില്ല. ഇവിടെ വെച്ചാ മോക്ക് അപകടം പറ്റിയത്. ആ ദേവിക ഏർപ്പാടാക്കിയ ഗുണ്ടകൾ മോളെ അടിച്ചു വീഴ്ത്തിയത്. ദേവിക ഏർപ്പാട് ചെയ്ത ആളുകളോ? അതേ മോളെ. അവക്കല്ലാതെ മോളോട് വേറെ ആർക്കാ ഇത്ര ശത്രുത? ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാ മോളന്ന് രക്ഷപ്പെട്ടത്. എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോ. ഇതൊരു ചികിത്സയായിട്ട് കണ്ടാ മതി. ഇല്ല, എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞതൊന്നും ഓർക്കാൻ എനിക്ക് ഇഷ്ടവുമല്ല. മറക്കാൻ ശ്രമിക്കുന്ന ഒരു ദിവസം. അതെ, അതങ്ങനെ തന്നെ ആവട്ടെ. എന്തിനാ വെറുതെ ആ നശിച്ച ദിവസം ഓർക്കുന്നേ? അപ്പോ മോക്കൊന്നും ഓർമ്മയില്ല? ഇല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വെറുതെ മെനക്കെടണ്ടെന്ന്. സത്യമായിരിക്കും ഇവിടെ പറയുന്നത്. എന്തോ എനിക്കൊട്ടും വിശ്വാസം വരുന്നില്ല. എൻ്റെ അമ്മ, അത് അമ്മയുടെ കുഴപ്പമാണ്. എനിക്കൊരു സംശയമില്ല. നിത്യക്കൊന്നും ഓർമ്മയില്ല. എന്താ രണ്ടാളും കൂടി? മോൾ എന്ത് പാവോന്ന് പറയുമായിരുന്നു. എന്നാലും മോക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. ചെയ്തത് ആരായാലും അവന്റെ തല പൊട്ടിത്തെറിക്കും. അമ്മേ എന്ന് വെച്ചാ പൊട്ടിത്തെറിക്കുമെന്നാണോ അർത്ഥം? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിന് നീ എന്തിനാ പേടിക്കുന്നേ? കേട്ടോ മോളെ, ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. ഞാൻ കരുതിയത് ഇവിടെ വരുമ്പോ മോക്കെല്ലാം ഓർമ്മ വരുമെന്നാ. വന്നാ പിന്നെ അതിന്റെ പുറകെ നടക്കണം. പ്രതികാരം, പാക്ക. ഇനിയിപ്പോ അതൊന്നും വേണ്ടല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് സൂക്ഷിച്ചാ മതി. അല്ലേടെ മോനെ? പിന്നല്ലാതെ ഞാൻ വേണമായിരുന്നു അന്ന്. ദൈവം ഓരോ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ എല്ലാം നടക്കൂ. അപ്പോ അമ്മേ
മോള് വാ